Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility-related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym. Post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. So, hello doctor. Appam, nammade innathe topic nu parayunnathu thanne rare pregnancy aanu. First question, let me shoot. What is this rare pregnancy? See, the thing is, അധികം ഇങ്ങനെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അത്രേ ഉള്ളൂ. അധികം അങ്ങനെ എല്ലാവരും എടുക്കുന്ന ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഇത് പല തരം പ്രഗ്നൻസികൾ പലർക്കും മനസ്സിലാവാത്ത ചില വാക്കുകൾ മെഡിക്കൽ ടേംസ് ഒക്കെ ഡോക്ടർമാർ പെട്ടെന്ന് പ്രസവ സമയത്ത് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പം പെട്ടെന്ന് പറയും ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നതെന്ന് പറയും എന്നൊക്കെ പറയും. സോ ചിലർക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കുട്ടിക്ക് ശരിക്കും ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സിസേറിയൻ ആക്കാൻ പോകുന്നു എന്നൊക്കെ മനസ്സിലാവില്ല. അപ്പൊ ഈ ബോധവൽക്കരണമില്ലായ്മ, ആ സമയത്ത് ബോധവൽക്കരിക്കാനൊന്നും ഡോക്ടർക്ക് സമയം കാണില്ല. ഷീൽബി ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷിക്കുക, അമ്മയെ രക്ഷിക്കുക. ദിസ് ഈസ് ദ ഓൺലി മോട്ടോ ഓഫ് എ ഡോക്ടർ. സോ അപ്പം ആ ഒരു രീതിയിൽ ഇരിക്കുമ്പം പലർക്കും ഇത് മനസ്സിലായി. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ നേരത്തെ സ്കാനിൽ അറിയാം, ചിലതൊക്കെ നമുക്ക് ആദ്യമേ തുടക്കത്തിലേ അറിയാൻ പറ്റുന്ന ഇത്. അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്ന വ്യത്യാസങ്ങളല്ല, വളരെ കുറച്ച് പേർക്ക് മാത്രം. മേ ബി ഒരു ചിലത് വന്നിട്ട് ഒരു 50,000 പേരെടുത്ത ഒരാളിൽ വരുന്നതായിരിക്കും, ചിലത് 1,00,000 പേരിൽ ഒരാൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഞാനിപ്പോ പറയാന്ന് വിചാരിച്ചു. അത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഐ ടുക്ക് ദിസ് ടോപ്പിക്. സോ വ്യത്യസ്തമായിട്ടുള്ള പ്രഗ്നൻസീസ് എന്നുള്ള രീതിക്ക്. അത് മാത്രമല്ല, 2-3 ആഴ്ചക്ക് മുമ്പേ ഈ ഇതിന്റെ കുറെ മെസ്സേജസ് എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഈ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും. അപ്പം ഇതിന്റെ അവർക്കിനി എന്തൊക്കെ അറിയാനുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ടൈം 2-3 റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്ലഡ് ഗ്രൂപ്പ്സിനെ പറ്റി അറിയണം, അതിനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ എടുക്കാം. അപ്പോൾ എന്റെ ടോപ്പിക് അല്ലെങ്കിൽ പോലും റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഐ ഡോണ്ട് കൺഫൈൻ മൈസെൽഫ് ഗൈനക്ക് മാത്രം ഞാൻ അങ്ങനെയല്ല. വെച്ചാൽ ഞാൻ അത് മാത്രമല്ല, സ്ത്രീകളെ കുറിച്ചുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ബ്യൂട്ടി, ഇൻക്ലൂഡിംഗ് വെയിറ്റ് ലോസ്, ഇൻക്ലൂഡിംഗ് മറ്റേ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇതെല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്ത്രീ ആസ് എ ഹോൾ, ഒരു സ്ത്രീയെ, പിന്നെ പുരുഷന്മാരുടെ ട്രീറ്റ്മെന്റും ഉണ്ട്. നമുക്ക് വന്ധ്യതാ ചികിത്സ സ്ത്രീയെ പുരുഷന്മാർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ സൗന്ദര്യവൽക്കരണത്തിന് പുരുഷന്മാരും വരുന്നുണ്ട്, മുടി കൊഴിച്ചിലിന്, പിമ്പിൾസിന് എല്ലാം വരുന്നുണ്ട്. സോ ചില സമയത്ത് എല്ലാ ആണും പെണ്ണും എല്ലാം സ്കിന്നിന്റെ ലെവൽ വരുമ്പോൾ അവരെല്ലാവരും ഒരേപോലെ ആയിരിക്കും. ചിലർക്ക് വന്നിട്ട് ഗൈനക്കിന്റെ ഇത് വരുമ്പോൾ മാത്രം ഇത് വരും, വന്ധ്യത വരുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ ഈ പ്രസവം എന്നുള്ളത് മാത്രം വരുമ്പോൾ ഒരു ഈ സ്ത്രീക്ക് മാത്രം വരുന്ന ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ കുറെ മെസ്സേജസ് വന്നതിൽ ഒന്ന്, ട്വിൻസിനെ പറ്റി ഒന്ന് പറയണം ഡോക്ടറെ, ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഡോക്ടർ ഇങ്ങനെ പലതും പറയണതില് മോണോഅമ്നിയോട്ടിക്, ഡൈക്കോറിയോണിക്, മോണോഅമ്നി, ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്താണ് ശരിക്കും അത്? അപ്പോ ഒരു റെയറായിട്ട് കിട്ടുന്ന ഒരു പ്രഗ്നൻസിയാണ് ട്വിൻസ് എന്ന് പറയുന്നത്. രസകരമായിട്ടുള്ള ഒരു സംഭവം. എനിക്കെപ്പോഴും രസകരമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഈ വന്ധ്യതാ ചികിത്സ ചെയ്യുമ്പം നമ്മൾ ഒത്തിരി എഗ്സ് ഉണ്ടാകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. ഭാഗ്യവശാൽ എന്ത് പറ്റും എന്ന് വെച്ചാല് 2 eggs ഒക്കെ ഒരേപോലെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ട്വിൻസ് ഉണ്ടാവും. അപ്പം വന്ധ്യതാ ചികിത്സ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും കുടുംബത്തിൽ വേറെ ട്വിൻസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് ട്വിൻസ് ഉണ്ടാവുന്നത്. അപ്പം വന്ധ്യതാ ചികിത്സയുടെ നോർമൽ കേസിൽ ആ ഫാമിലിയിൽ തീർച്ചയായിട്ടും വേറെ ട്വിൻസ് ഉണ്ടാവും. ഫെമിലിയലാണത്. ഡെഫിനറ്റ്ലി ഓരോ ജനറേഷനിലും ഓരോ ട്വിൻസ് കാണും. അങ്ങനെയാണ് പണ്ടൊക്കെ. ഇപ്പം എന്റെ കസിൻസ് ഒരു ട്വിൻസ് ഉണ്ട്. അവരുടെ മദറിന്റെ 2 കസിൻസ് ട്വിൻസ് ആണ്. ദി അതർ ജനറേഷൻ ഹാസ് ട്വിൻസ്.
സോ അങ്ങനെ അവരുടെ ഒരു 3 ജനറേഷൻ ഓഫ് ട്വിൻസിന് നമുക്ക് തന്നെ അറിയാം. സോ ദാറ്റ് മീൻസ് ആ ഹോൾ ഫാമിലി വിൽ ബി ഗോയിങ് ഫോർ ട്വിൻസ്. അതില് ഇനി അടുത്ത ജനറേഷനിൽ ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ട്വിൻസ് ഉണ്ടാവും. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ട്വിൻസ് ആവുമ്പോ ജനറേഷൻ ട്വിൻസ് വരാൻ സാധ്യതയില്ല. ഇല്ല. അത് വന്നിട്ട് ജനറ്റിക്കേ അല്ല. അത് വന്നിട്ട് ഇതൊരു ജനറ്റിക് ആയിട്ടുള്ള അങ്ങനെ വരുന്ന ട്വിൻസ്, അതായത് കുടുംബപരമായിട്ട് വരുന്ന ട്വിൻസ് എങ്ങനെയാന്ന് വെച്ചാല് ചില സ്ത്രീകൾക്ക്, ചില കുടുംബത്തിലുള്ള ചില സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ മാത്രം കാണപ്പെടുന്നത്, സ്ത്രീകള് എല്ലാ പ്രാവശ്യവും ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു എഗ്ഗേ ഉണ്ടാവുള്ളൂ, ഒരു മുട്ട. ദാറ്റ് ഈസ് ഏതെങ്കിലും 2 അണ്ടാശയുണ്ട്. അപ്പൊ ഒരു അണ്ടം, അത് ഒരു എഗ്ഗേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരു ബീജമായിട്ട് ചേരും, ഒരു കുട്ടിയായിട്ട് വരും. അതാണ് നമ്മൾ എല്ലാവർക്കും നോർമലി സംഭവിക്കണം. ചില സമയത്ത് എന്ത് പറ്റുന്ന വെച്ചാല് 2 അണ്ടത്തിൽ നിന്നും 2 എഗ്സ് വരാൻ സാധ്യതയുണ്ട്. റൈറ്റിൽ നിന്നും വരും, ലെഫ്റ്റിൽ നിന്നും വരും. ഇത് രണ്ടും ചില സമയത്ത് ഒരേ സമയത്ത് വെളിയിൽ വരുമ്പോൾ രണ്ടും കുട്ടികളായിട്ട് വരാൻ സാധ്യത, 2 കുട്ടികളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ചില ഇത് ആഫ്രിക്കയിലൊക്കെ ഭയങ്കര കൂടുതലാണ്. 4ഉം 5ഉം കുട്ടികളൊക്കെ ഒരേ സമയത്തുണ്ടാവും. ഒരു സ്ത്രീക്ക് തന്നെ എങ്ങാണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചത്, അവർക്ക് എങ്ങാണ്ട് 30ഓ 36ഓ കുട്ടികളുണ്ട്. എന്നുവെച്ചാൽ അവരെ പ്രസവം 12-14 പ്രസവത്തിൽ ഓരോന്നിലും 4ഉം 5ഉം എന്നുവെച്ചാൽ അവരിങ്ങനെ ഭയങ്കരമായിട്ട് എഗ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. സോ ഓരോ പ്രാവശ്യവും 4 കുട്ടികൾ 5 കുട്ടികൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുക അവര്. വീട് മുഴുവൻ കുട്ടികൾ. അപ്പം അതൊരു ടെൻഡൻസി, അതറിയാതെ ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. നല്ലൊരു അവസ്ഥയല്ല അത്, എന്നാലും ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ഇതിൽ സാധാരണ കുടുംബപരമായിട്ട് ചിലർക്ക് വന്നിട്ട് അല്ലെങ്കിൽ റെയറായിട്ട് ചില സമയത്ത് ചില സ്ത്രീകൾക്ക് ഈ 2 ഇതിൽ നിന്നും 2 എഗ്ഗ് വന്നു പോകുമ്പോൾ അങ്ങനെ 2 കുട്ടികൾ വരാൻ സാധ്യതയുണ്ട്. ഈ കുടുംബപരമായിട്ട് വരുന്ന ഒരു സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, മിക്കവാറും ഉള്ള ടെൻഡൻസി വെച്ചിട്ട് ഒരു അണ്ടം തന്നെയാണ്, ആ അണ്ടം 2ആയിട്ട് പിരിയും. അത് 2ആയിട്ട് പിരിഞ്ഞിട്ട് 2 കുട്ടികളായിട്ട് മാറും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. ഈ ഒരു എഗ്ഗ് 2 എഗ്ഗായിട്ട് മാറും. മാറിയിട്ട് 2 ബീജങ്ങള് 2 ഇതിന്റെ കൂടെയും ചേർന്നിട്ട് അത് 2 കുട്ടികളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ഫെമിലിയലായിട്ട് വരുന്നത്. യൂഷ്വലി ഐഡന്റിക്കലും ആയിരിക്കാം, ഐഡന്റിക്കൽ ട്വിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ട്വിൻസ് വരുന്നത് നോർമൽ പ്രഗ്നൻസിനെ കാട്ടി അങ്ങനെ ഡിഫിക്കൽട്ടോ അങ്ങനൊന്നും ആണ്. കോംപ്ലിക്കേഷൻസ് ആണ് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. സോ ഭയങ്കര കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സംഭവമാണ് ട്വിൻസ്. വളരെ റെയർ ആയിട്ടുള്ളൊരു സാധാരണഗതിയിൽ, പക്ഷെ ഇപ്പൊ എപ്പോഴും കൂടുതൽ ട്വിൻസ് കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ വന്ധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. സോ ഇപ്പം എനിക്ക് എന്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു 8, 10, 12 പിള്ളേരോളം ഉണ്ട്. 12 ട്വിൻസ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആണും പെണ്ണും. ഒരു ട്വിൻസ് വന്നത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ. രണ്ടുപേരും 2 വ്യത്യസ്തമായ 2 വെച്ചാൽ 2 എഗ്സിന്ന് വന്ന 2 വ്യത്യസ്തമായ 2 കുട്ടികൾ. അങ്ങനെയാണ് ആണും പെണ്ണും ആയത്. സോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരുന്നു. നമുക്ക് ഇപ്പം നമ്മുടെ ആദ്യത്തെ കോൾ കണക്ട് ചെയ്യാം. ഹലോ 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 വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്. എവിടുന്നാ? ഒറ്റപ്പാലം. ഓ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാൻ 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതേവരെ കുട്ടികളുണ്ടായിട്ടില്ല. ചികിത്സകൾ നടത്തിയോ? ട്രീറ്റ്മെന്റ് കൊറേ നടത്തി. അപ്പൊ ഒന്നും ശരിയായില്ല. എന്റെ കാരണം എന്താ ശരിയാവാത്ത? കാരണം കൗണ്ട് പ്രോബ്ലം. അപ്പൊ അത് ശരിയാക്കാൻ നോക്കിയില്ലേ? കൗണ്ട് കൂട്ടാനുള്ള കൗണ്ട് കൂട്ടാൻ മരുന്ന് കൊറേ ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷെ ഉണ്ടാവാൻ സാധ്യത ഇല്ലാന്നോ പറയുന്നത്. അപ്പം ഇത് ബയോപ്സി ഒറ്റോ ചെയ്ത് നോക്കിയോ? തീരെ പുള്ളിക്ക് ഉണ്ടാവുന്നേ ഇല്ലേ? ഇല്ല. ഉണ്ടാകുന്നേ ഇല്ല? ഇല്ല. ആണോ? ബയോപ്സി എന്നൊരു സാധനം ഉണ്ട്. ഈ വൃക്ഷത്തിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ബയോപ്സി ചെയ്ത് നോക്കുന്ന, അത് ചെയ്ത് നോക്കിയോ? ചെയ്യുമ്പോ ആൾക്ക് പേടിയാണ്. അത് കാരണം
അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അണ്ടം ഉണ്ടാവുമോ ഇല്ലേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത്, നിങ്ങൾക്ക് കുഴപ്പമില്ല വെച്ചാല് നമുക്ക് വന്നിട്ട് പുറത്തുനിന്ന് ബീജം എടുത്തിട്ട് IUI എന്നൊരു സംവിധാനമുണ്ട്, ഉള്ളിലോട്ട് ബീജം ഇട്ട് തരുന്ന. അങ്ങനെ കുഞ്ഞുങ്ങള് വരാം, ഉണ്ടാക്കാൻ പറ്റും. അത് പുള്ളിയും കൂടെ സമ്മതിച്ചാണെങ്കിൽ ഡോക്ടറും നിങ്ങളും മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യമാവില്ല. അങ്ങനെയുള്ള ഇതുണ്ടാവും. അപ്പൊ പക്ഷെ അത് എന്താ ചെയ്യേണ്ട വെച്ചാല് ശരിക്കും ഒരു നല്ലൊരു വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിൽ പോയാൽ ഇതെല്ലാം കറക്റ്റ് ഒരു രീതിക്ക് അങ്ങ് പോവുള്ളൂ, ചിട്ടയ്ക്ക്. അത് അങ്ങനെ ഒരു ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പുള്ളിയെ മാത്രം പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട് മരുന്ന് വാങ്ങിച്ചാൽ നടക്കില്ല. ഇത് ചിട്ടയായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെന്റർ, ശരിക്കുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി സെന്റർ, അവിടെ പോയാൽ ഇത് കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. Okay, thank you so much for calling. Okay, but doctor, you're talking about twins. അപ്പൊ ഇത് ട്വിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെയർ ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നമുക്ക് നേരത്തെ ചിലപ്പോൾ നമുക്ക് സിസേറിയൻ പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽ ഡെലിവറി ആകും എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ നമ്മളത് ടേക്കിംഗ് എ ബിഗ് റിസ്ക് ആണ്. കാര്യം വെച്ചാൽ ചിലപ്പം വന്ന് കഴിയണ ലാസ്റ്റ് മിനിറ്റിൽ തല ഇറങ്ങുമ്പം ഇന്റർലോക്കിംഗ് ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. 2 കുട്ടികൾ ഇതില് ഒരാൾ എന്നോട് ചോദിച്ചിരുന്ന സംശയത്തിന് ഞാൻ ഇവിടെ ആൻസർ പറഞ്ഞേക്കാം. ഈ മോണോകൊറിയോണിക് ഡൈഅമ്നിയോട്ടിക് ഇതൊക്കെ എന്താണ്, ഡൈഅമ്നിയോട്ടിക് ഡൈകൊറിയോണിക് ഇങ്ങനെയൊക്കെ പറയണല്ലോ ഡോക്ടർ, ഇത് എന്താണ്, സ്കാനിലും കാണുന്നുണ്ട് ഡോക്ടർ, ഇത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് ആരും വിവരിച്ച് പറയണില്ല, ഇത് എന്താണെന്ന് ചോദിച്ചിരുന്നു. റീസെന്റ് ആയിട്ട് പണ്ടൊരിക്കലും എന്റെ അടുത്ത് ചോദിച്ചാൽ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാ വർഷങ്ങൾക്ക് മുമ്പ്. വീണ്ടും എഗെയിൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഞാൻ പറയാണ്. ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ചെറിയൊരു ബാഗ്, പനിക്കുടം എന്നൊക്കെ പറയില്ലേ, അപ്പം ആ ഒരു ബാഗ് പോലെ അതിനകത്ത് വെള്ളം ഉണ്ടാവും, അതിനകത്ത് കുഞ്ഞുണ്ടാവും. അതിൽ നിന്ന് ഒരു കൊടി, അതാണ് പൊക്കിൾ കൊടി, അത് പോയിട്ട് അതിന് ഏതിലോട്ട് കണക്ട് ആവണമെന്ന് വെച്ചാൽ അതാണ് പ്ലാസന്റ, മറുപിള്ള എന്ന് പറയുന്ന പ്ലാസന്റ. അപ്പൊ എല്ലാവർക്കും ഈ ഭാഷകൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പ്ലാസന്റ എന്ന് പറയുന്നതിൽ നിന്ന് നേരെ കുഞ്ഞിലേക്ക് രക്തം ചെല്ലുന്നു, അങ്ങനെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിൽക്കുന്നത്. അപ്പൊ കുഞ്ഞൊരു ബാഗിനകത്ത് കിടക്കുന്നു. ട്വിൻസിന്റെ കേസിൽ എന്താവെന്ന് വെച്ചാല്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു അണ്ടം രണ്ടായിട്ട് ആവുക, രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ടായിട്ട് മാറുക, എന്നിട്ട് അതിൽ 2 ബീജം വന്ന് ചേർന്ന് കുട്ടികളാവുകയാണെങ്കിൽ ഈ ഒരൊറ്റ പ്ലാസന്റെ ഒന്നേ കാണുള്ളൂ. അപ്പം പ്ലാസന്റെ നമ്മൾ കൊറിയോണിക് എന്ന് വിളിക്കും, മോണോ കൊറിയോണിക് എന്ന് വെച്ചാൽ ഒറ്റ പ്ലാസന്റ. പക്ഷെ കുഞ്ഞുങ്ങൾ 2 തന്നെയല്ലേ, അവർക്ക് 2 ബാഗിൽ കിടന്നേ പറ്റുള്ളൂ. അവർക്ക് പ്രത്യേകം അമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാ ന്യൂട്രീഷനും വേണം. സോ അപ്പൊ അവർ 2 പ്രത്യേക ബാഗിൽ കിടക്കുന്നതുകൊണ്ട് ഡൈ ആംനിയോട്ടിക്, അതിന്റെ അകത്തുള്ള ആ ഫ്ലൂയിഡ്, അവർ ഈ പനിക്കുടം എന്നൊക്കെ നമ്മൾ പഴയ ആളുകൾ പറയും, അതിനെ നമ്മൾ വിളിക്കുന്നത് ആംനിയോട്ടിക് ബാഗ് എന്നാണ്. അവർ കിടക്കുന്ന ആ ഒരു ചെറിയ ബാഗും അതിൻ്റെ അകത്തുള്ള വെള്ളത്തിനെയും ആംനിയോട്ടിക് ബാഗ് എന്ന് പറയും. സോ അതുകൊണ്ട് ഡൈ ആംനിയോട്ടിക്. അപ്പം ഒറ്റ പ്ലാസന്റ 2 ബാഗിനകത്ത് കുട്ടികൾ കിടക്കുന്നു, 2 കുട്ടികൾ ഒരു അണ്ടത്തിൽ നിന്ന് പിരിഞ്ഞവരാണ് അവരെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. 2 പേരും ഒരേ സെക്സ് ആയിരിക്കും, ഒന്നീ പെണ്ണ് ഇല്ലെങ്കിൽ ഒന്നീ ആണ്, ഏകദേശം കാണാൻ ഒരേപോലെ ആയിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും. സോ മോണോ കൊറിയോണിക്, ഒരു പ്ലാസന്റയിൽ നിന്ന് അവർ 2 ബാഗിൽ കിടക്കുന്നതുകൊണ്ട് ഡൈ ആംനിയോട്ടിക്. സോ മോണോ കൊറിയോണിക് ഡൈ ആംനിയോട്ടിക്, അതാണ് MCDA എന്ന് ചെറിയ വാക്കുകളിൽ നമ്മൾ അബ്രിവേഷൻ ആയിട്ട് പറയും. നെക്സ്റ്റ് അടുത്ത് വരുന്നത്, ഇതൊന്നും സംഭവിക്കാതെ 2 അണ്ടാശയത്തിൽ നിന്ന് ഓരോരോ എഗ് ഉണ്ടാവും. എന്നിട്ട് അത് സാഹചര്യം മൂലം അങ്ങനെ ഉണ്ടായി പോകുന്നതാണ്. ചിലപ്പോൾ ചിലർക്ക് ഓവുലേഷൻ കൂടുതൽ വരണ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊടുത്ത് ഓവുലേഷൻ കൂടുതൽ എഗ്, കൂടുതൽ മുട്ടകൾ അണ്ടം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 എഗ്ഗിന് 2 ബീജം ഫെർട്ടിലൈസ് ചെയ്യും, അതായത് 2 കുട്ടികളുണ്ടായി 2 അണ്ടത്തിൽ നിന്ന്. അങ്ങനെ വരുമ്പോ ഇവര് 2 പേർക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. ശരിക്കും ഇവര് 2 സമയത്ത് ജനിക്കേണ്ടവരാണ്.
പക്ഷെ ഒരേ സമയത്ത് 2 മുട്ടകൾ വന്നതുകൊണ്ട് മാത്രം ഒരേ സമയത്ത് ഉണ്ടായവരാണ്. അപ്പൊ അവർക്ക് 2 പ്ലാസന്റ, 2 മറുപിള്ള, എല്ലാം 2 ആയിരിക്കും. 2 പ്ലാസന്റ ഉണ്ടാവും, 2 പൊക്കിൾക്കൊടി, 2 ബാഗ്. സോ ഡൈ കൊറിയോണിക്, 2 പ്ലാസന്റ, ഡൈ അമ്നിയോട്ടിക്. അപ്പൊ അവര് വന്നിട്ട് ഐഡന്റിക്കൽ അല്ല, നോൺ ഐഡന്റിക്കൽ എന്ന് പറയുന്നത് അവരാണ്. അപ്പൊ ഒരാണും ഒരു പെണ്ണും ഒക്കെ വരുന്നത് അങ്ങനെയുള്ളതിലാണ്. അപ്പോൾ അവർക്ക് വന്നിട്ട് രണ്ടുപേരും ചിലപ്പോൾ കാണാൻ ഒരു സാമ്യതയും കാണില്ല. ചിലപ്പോൾ അവര് ആദ്യത്തെ 2ാമത്തെ ആയിട്ട് പിന്നെ എപ്പോഴൊക്കെയോ ജനിക്കേണ്ടവരായിരിക്കും. പക്ഷെ ഈ അമ്മയ്ക്ക് ഒരേ സമയത്ത് 2 എഗ്സ് വന്നതുകൊണ്ട് ഒരുമിച്ച് ആ ഗർഭപാത്രത്തിൽ കിടന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊന്നും വലിയ സാമ്യത അവരിൽ കാണാൻ പറ്റത്തില്ല. സോ ഇതാണ് എന്നോട് ഒരാൾ ചോദിച്ച ഒരു സംശയം, ഒരു ക്വസ്റ്റ്യൻ, അതിന് ഞാൻ പറഞ്ഞാണ്. ഇതാണ് ട്വിൻസിനെ പറ്റിയുള്ള ആ ഒരു ചെറിയ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ കുറച്ചും കൂടെ ഡേഞ്ചറസ് വന്നിട്ട് ഒരേ ഒരു പ്ലാസന്റ ഉള്ളതാണ്. എന്നുവെച്ചാൽ ഒരു കുട്ടിയെ എടുത്ത് 2 മിനിറ്റിനടുത്ത് അകത്ത് നമുക്ക് അടുത്ത കുട്ടിയെ എടുക്കണം സിസേറിയനിൽ. ഇല്ലെങ്കിൽ ഈ പ്ലാസന്റയിൽ നിന്ന് പോകുന്ന കോഡ് അതും ഒരുമിച്ചായിരിക്കും. അപ്പം പെട്ടെന്നുള്ള ബ്ലഡ് സപ്ലൈ നിന്ന് പോവാതിരിക്കാൻ നമ്മൾ എത്രയും വേഗം ഫാസ്റ്റസ്റ്റ് ഷുഡ് ബി ദ സെക്കൻഡ് ചൈൽഡ് ഡെലിവറി. അത് ഡോക്ടറുടെ ഭയങ്കര ഒരു കഴിവ് വേണം അതിന്. ഓക്കെ, നമുക്ക് എന്തായാലും കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ രാജു ഊരുട്ടമ്പലത്തിനാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ മാഡം, എനിക്കാണെങ്കിൽ പീരിയഡ്സ് ആകുമ്പോഴേ പീരിയഡ്സ് ആയിട്ട് 1 മാസം ഫുള്ള് കൊണ്ടാണ് ഇരിക്കുന്നത് ബ്ലീഡിംഗ് ആയിട്ട്. ഇപ്പൊ അടുത്ത മെഡിക്കൽ കോളേജ് നഴ്സറിയിൽ കൊണ്ട് കാണിച്ചിട്ടും ഒരു കുറവുമില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പ്രസവം മാറ്റിയതിന് ശേഷമാണ് മാഡം ഇങ്ങനെ പോണത്. 2ാമത്തെ കൊച്ചിൽ പ്രസവം മാറ്റി 1 വർഷം കഴിഞ്ഞാണ് പ്രസവം മാറ്റിയത്. പ്രസവം മാറ്റിയതിന് ശേഷം 2-3 മാസം പോയിരുന്നിട്ട് വീണ്ടും അതേപോലെ മാസം ഫുള്ളായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കാതെ പോകുന്നു. ചിലപ്പം ഓവറായിട്ടും ചിലപ്പം ടയർഡായിട്ടും പോകും. അപ്പൊ ഇത് എന്ത് കാരണം നോക്കിയില്ലേ ഇങ്ങനെ ബ്ലീഡിങ് പോവാൻ? ഹോർമോൺ ചെക്ക് ചെയ്യണം, സ്കാൻ നോക്കണം, ഇങ്ങനെ ഒന്നും ചെയ്തില്ലേ? സ്കാൻ ചെയ്തൊക്കെ നോക്കി. എന്താ കാരണം എന്താ കണ്ടുപിടിച്ചേ ഇങ്ങനെ നിർത്താതെ ബ്ലീഡിങ്ങിന്? വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ 1 മാസം ബ്ലീഡിങ് ഉണ്ടായോ? അതിന് മാഡം പിന്നെ അവിടെ നിന്നാണെങ്കിലും ഗുളിയൊക്കെ തന്നു കഴിച്ചപ്പം കുറഞ്ഞു. വീണ്ടും അന്ന ഇതേപോലെയാണ് പോണത്. മനസ്സിലായി. പക്ഷെ നോർമലായിട്ട് ഒരു സ്ത്രീക്ക് പോകുന്ന രീതിയിലല്ലല്ലോ പോകുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു ബ്ലീഡിങ് അല്ലല്ലോ. അപ്പൊ എന്തോ ഒരു അസുഖം ഉണ്ടല്ലോ. അതെന്ത് അസുഖം കണ്ടുപിടിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഒരു ഡോക്ടറോട് ഇത് വയറില് കട്ടിയായിട്ട് തോന്നി പറഞ്ഞു. അപ്പൊ വേറെ തക്കട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ വയറില് കട്ടിയായിട്ട് വരാൻ. എന്ത് പേരെന്ന് വല്ലതും പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. ഹോർമോണൊക്കെ നോക്കിയിരുന്നു? അത് നോക്കിയില്ല മാഡം. അത് നോക്കണ്ടേ? അതൊക്കെ നോക്കണ്ടേ? ഇത്രയധികം 1 മാസമൊക്കെ ബ്ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിന്റെ അളവ് ഇപ്പൊ എത്ര കുറഞ്ഞു കാണും? എന്തോരം രക്തക്കുറവും വിളർച്ചയും വന്നു കാണും. ക്ഷീണം. അതാ പറഞ്ഞു, ഇതൊക്കെ എത്ര ഈസി ആയിട്ടാ പറയണല്ലേ. മാഡം ആ ഗുളിക കഴിക്കുമ്പോ മാത്രം നിൽക്കും അവിടെ. ആദ്യം വേണ്ടതമ്മ നിങ്ങക്ക് എന്താ പ്രശ്നം എന്നറിയാനായിട്ട് നിസ്സാര ചില കാര്യങ്ങൾ നോക്കിയാൽ മതി. ആദ്യം പ്രശ്നം അറിയാതെ ചുമ്മാ കുറെ ഗുളികകൾ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ട്രീറ്റ്മെന്റിന് മുമ്പേ ഡയഗ്നോസിസ് എന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ആദ്യം ചികിത്സയ്ക്ക് മുമ്പേ കാരണം അറിയാത്ത ഒരു ചികിത്സയും ഗുണം ചെയ്യില്ല. കാരണം കണ്ടുപിടിക്കുക തന്നെ വേണം. സോ അപ്പൊ എന്ത് കാരണം എന്നറിഞ്ഞ പിന്നെ ചികിത്സ വളരെ ഈസിയാണ്. പിന്നെ രോഗത്തിൽ നിന്ന് നല്ല ശമനവും കിട്ടും. അപ്പൊ നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ നോക്കൂ. ഇങ്ങനെ എല്ലായിടവും കാണിച്ചിട്ട് കാര്യമില്ല. അതിന് എവിടെ ആയാലും നല്ല കുറച്ചും കൂടെ കെയർ കിട്ടണം നിങ്ങൾക്ക്. ഇത്രയും ഇതിപ്പോ ഒരു ഹോർമോൺ പോലും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം അത് എനിക്ക് കുറച്ചും കൂടെ ആ കെയർ കുറച്ചും കൂടെ വേണം എന്നാണ് ഞാൻ പറയണത്. ശരിക്കുള്ള ഇത് എല്ലാ പരിശോധനകൾ പോലും മുഴുവനായിട്ടില്ല. ചികിത്സാ രീതികൾ എത്രത്തോളം ഈ വെറുതെ ഒരു കുറച്ച് ഗുളികൾ കഴിച്ച് നിർത്തുമ്പം ഹോർമോൺ ഗുളികളാണെങ്കിൽ വീണ്ടും ബ്ലീഡിങ് വരും തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മള് എന്ത് കാരണം എന്നറിഞ്ഞ് ചികിത്സിച്ചിട്ടില്ല.
നല്ല ആരെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലാതെ വേറെ എനിക്കിതിൽ എന്ത് മാർഗം പറയാനാണ്? എന്ത് അസുഖം എന്നറിയാതെ മാർഗം പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാന്ന് വെച്ചാൽ അസുഖം അറിയില്ല, ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ തകരാറുകൾ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല, എത്രത്തോളം രക്തക്കുറവ് വന്നു എന്നറിഞ്ഞില്ല, വളർച്ചകളുണ്ടോ എന്നറിയില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചികിത്സ ഉണ്ട്, പക്ഷെ ആ കറക്റ്റ് ചികിത്സയിൽ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിലെത്താൻ നോക്കുക. ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമ്മുടെ റെയർ പ്രഗ്നൻസീസും അതിന്റെ ട്രീറ്റ്മെന്റ് ടോപ്പിക്കിലേക്ക് വീണ്ടും വരാം. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. So friends, once again welcome back to Life Beats. നമ്മൾ ലൈഫ് ബീറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ആണ് റെയർ പ്രഗ്നൻസീസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. അപ്പം ഡോക്ടർ ഓൾറെഡി ട്വിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഡോക്ടറിന്റെ നോർമൽ ഒരു എക്സ്പീരിയൻസിൽ ഈ ജനറൽ ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ ജനറ്റിക് ആയിട്ട് വരുന്ന ട്വിൻസിന്റെ കേസസ് എങ്ങനെയാണ്? വളരെ കുറവാണോ? ട്വിൻസ് വന്നിട്ട് എനിക്ക് കൂടുതൽ വരണം. എനിക്ക് ഒത്തിരി ട്വിൻസ് എനിക്ക് തോന്നുന്നു ഞാൻ കൺസൾട്ടന്റ് ആയതിനു ശേഷം എനിക്ക് വരണതെല്ലാം ഒരു സമയത്ത് ട്വിൻസ് ആയിരുന്നു. ഏതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും ട്വിൻസ് ആയിരുന്നു. അപ്പൊ എല്ലാരും പറയും ഡോക്ടറുടെ അപ്പൊ ചിലർക്കൊക്കെ വിഷമാണ്, അയ്യോ 2 കുട്ടികളുടെ ഡോക്ടറെ എന്നൊക്കെ പറയും. ചിലർക്ക് ഭയങ്കര സന്തോഷം, കിട്ടാതിരുന്ന് കിട്ടുന്നല്ലേ വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ മിക്കവാറും ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രോബ്ലമും വന്നില്ല. ഞാൻ അത്രയും ഭയങ്കരമായിട്ടൊക്കെ വിരട്ടൊക്കെ കൊടുത്ത് 8 മാസമൊക്കെ ചിലപ്പോൾ കിടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ താഴെ പോകാറായൊക്കെ ഇരുന്ന് ഇത് നമ്മള് കെട്ടിയൊക്കെ വെച്ചിട്ട് സർക്ലാജ് ഒക്കെ ചെയ്ത് 3rd മന്തിൽ കാല് പൊക്കി വെച്ച് 8 മാസമൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളമാണ് ഈ പിള്ളേര്. ഞാൻ പറഞ്ഞു ആദ്യം ഇത് എന്നുവെച്ചാൽ ഇത് 5-6 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു റയർ ചാൻസ്. ഇത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. ഞാൻ 8 മന്ത്സും ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ് ചെയ്ത് ഇപ്പൊ ആ കുട്ടികൾക്ക് 8-9 വയസ്സ് അതിന് കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് കൊണ്ടുവരും എന്നെ കാണിക്കാൻ എല്ലാവരെയും. അപ്പം എല്ലാവരും എന്നെ അമ്മ തന്നെയാ വിളിക്കണേ. അപ്പോഴത്തേക്കും നല്ല രസമാണ് ഈ 2 കുട്ടികൾ ഒരുമിച്ച് കാണാനായിട്ട്. കുറെ വളർന്നവരുണ്ട്, ഇപ്പൊ കുഞ്ഞായിരിക്കുന്നവരുണ്ട്. സോ അവരൊക്കെ ഒരുപാട് വർഷങ്ങള് ഇല്ലാതെ ഇരുന്നിട്ട് വന്നവരാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള റിസ്ക് ഒന്നും ഞാൻ എടുക്കില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും വന്ധ്യത ചികിത്സ ചെയ്താണ് എനിക്ക് ഈ ട്വിൻസിനെ കിട്ടുന്നത്. അപ്പൊ ആ വന്ധ്യത ചികിത്സ 7-8 വർഷം കുട്ടികളില്ലാതിരുന്നവർക്ക് ഞാൻ ഇനി നോർമൽ ഡെലിവറി ചെയ്ത് ഞാൻ അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാനിരിക്കാനൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഗോ ഫോർ സിസേറിയൻ. ബിക്കോസ് ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരാളുടെ തല വരുന്നു, മറ്റേയാളുടെ തലയും കൂടി ഇന്റർലോക്കിംഗ് ഓഫ് ഹെഡ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒരാള് ബ്രീച്ച് ആയിട്ട് കിടക്കുന്നു, ഒരാൾ ഇപ്പം അടുത്ത ബ്രീച്ച് ഒരാൾ തല വെളി വന്ന് ഡെലിവറി ആയെന്ന് വെച്ചോ, അടുത്ത ബ്രീച്ച് ഡെലിവറി ചെയ്യാൻ നിൽക്കണം ഞാൻ. സോ നമുക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് പ്രീമിയം മെഡിക്കൽ കോളേജസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ചിലർ ചെയ്യുക. അതുപോലെ നോബഡി ഡസ് ഇറ്റ്. കാര്യം ഇന്ന് പ്രഷ്യസ് ബേബീസ് ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല് നോബഡി വിൽ ടോളറേറ്റ് സോ മച്ച് ഓഫ് ലീഗാലിറ്റീസ്. അത് മാത്രമല്ല, നമുക്കൊരു മനസാക്ഷി വേണം. ഈ ഒരു ചെറിയ സ്കാറിന് ഇറ്റ്സ് വർത്ത് ഇറ്റ്. 2 ഗുഡ് ചിൽഡ്രൻ നമ്മൾ ആ കുട്ടിക്ക് 10 വർഷം കഴിഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എനിത്തിങ് നോട്ട് വർത്ത് എന്നുള്ളത്. ഐ ഡിഫർ ഇൻ ദിസ്. സോ അതുകൊണ്ട് ഐ ഡയർ ടു ഡിഫർ. അപ്പൊ തീർച്ചയായിട്ടും ട്വിൻസ് വരുമ്പോഴത്തേക്കും അതും വന്ധ്യത ചികിത്സയ്ക്ക് അതൊരു റെയർ ആയിട്ടുള്ള ഒരു ഹാപ്പനിങ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ ഗോ ഫോർ. നേരത്തെ പറഞ്ഞേക്കും അത് നമ്മൾ വന്നിട്ട് വേദന വരില്ല. വേദന വരുത്തും മുമ്പേ തന്നെ ഒരു 2 വീക്സ് മുമ്പേ നമ്മൾ സിസേറിയൻ ചെയ്തേക്കും. സിസേറിയൻ ഫുൾ ഗ്രോൺ ആയിരിക്കും. ഒരു 3 ആഴ്ചക്ക് മുമ്പേ തന്നെ കുട്ടികൾ ഫുൾ ഗ്രോത്ത് വരും. കറക്റ്റ് 10 മാസം വേണ്ട. അങ്ങനെ ഫുൾ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും സിസേറിയൻ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുക. നിയോനറ്റോളജിസ്റ്റിനെ സേഫ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുക. ഒരു 2-2.25 കിലോ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതൊരു 36 ആഴ്ച 37 ഓക്കെ ഫൈൻ വി വിൽ ഡു ഇറ്റ്.
ഓക്കെ, നമുക്കിപ്പോൾ കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? എന്റെ പേര് സ്വാതി എന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അപ്പോൾ ഞാൻ 3-ാം മാസമാണ് പ്രഗ്നന്റ് ആയത്, നവംബറിൽ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു 1.5 മാസമായപ്പോൾ കൊണ്ട് കാണിച്ചത് വളർച്ചയില്ല, ഹാർട്ട് ബീറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ചയുടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ 2ാമത് സ്കാൻ ചെയ്ത് നോക്കി 2 മാസമായി. അപ്പൊ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും ഹാർട്ട് ബീറ്റ്സ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ 2 മാസം ആയതിന്റെ വളർച്ച ഇല്ലാത്തത് കൊണ്ടും അത് കളയാനാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഗുളിക കഴിച്ചിട്ടാണ് അത് പോയത്. ആദ്യത്തെ ഗുളിക കഴിച്ചിട്ട് പോയില്ല. അപ്പൊ 2ാമതും 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഗുളിക തന്നു. അതിൽ കുറെ പോയപ്പോ ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് വിട്ടു. അപ്പൊ പിന്നെ വയറുവേദന കാരണം പിന്നെയും ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ DNC ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് DNC എനിക്ക് പേടി, എന്തായാലും അറിയാത്തതുകൊണ്ട് പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി അവര് കുറച്ച് ഒരു ദിവസം ഓരോരോ ഗുളിക വെച്ച് തന്നു. അതില് മൊത്തത്തിൽ അങ്ങ് പോയി. ശരി. അപ്പൊ സ്കാൻ ചെയ്തിട്ട് കുഴപ്പമില്ല. അപ്പൊ കുറച്ച് ബ്ലഡ് കോട്ടായിട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഈ അബോർട്ട് ആയതല്ലേ, അബോർഷൻ പോലെ ആയി പോയതല്ലേ, ആക്കിയതല്ലേ. അപ്പൊ അതിന്റെ ഒരു ബാക്കിയുള്ള അതില് എല്ലാം ഉണ്ടായിരിക്കുമല്ലോ, ചെറിയ മെംബ്രെയിന്, ഇത് പ്ലാസന്റ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും. സ്കാൻ ചെയ്ത് നോക്കാത്തെന്ത് പോയി എന്നറിഞ്ഞെങ്കിൽ കുറച്ച് ബ്ലഡ് കോട്ടിങ് മാത്രം കിടപ്പുള്ളൂ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആക്കിയത്. അത് പോയിക്കോളുമായിരിക്കും, പോകുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ബ്ലഡ് കോട്ടിങ് ഇപ്പൊ ജനുവരിയിലാണ് ലാസ്റ്റ് ആയിട്ട് ചെയ്തത്. ജനുവരി 1 ലാസ്റ്റ് എല്ലാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയത്. അത് കഴിഞ്ഞിട്ട് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ബ്ലീഡിങ് വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണോ പറയുന്നത് ബ്ലീഡിങ്? ഇപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ടില്ല, ഒരു ചെറുതായിട്ട് ചെറിയ തോതിൽ ഇപ്പോഴും ഈ കഫത്തിന്റെ ഒക്കെ അളവിൽ അങ്ങനെ വരുന്നുണ്ട് ഇപ്പോഴും. അത് എനിക്ക് തോന്നുന്നു ഡോക്ടറെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ചെറിയ തോതിൽ ഈ ബ്ലീഡിങ് കുറയാനുള്ള സിമ്പിളായിട്ട് മരുന്ന് തന്നേനെ. ഒരു 4-5 ദിവസം കഴിക്കുമ്പം ഈ കുറച്ചൊന്ന് കുറഞ്ഞേനെ. ഓവർ ബ്ലീഡിങ് വേണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കൗണ്ട് കുറവായിരുന്നു. അത് കുഴപ്പമില്ല, അതിനി ചികിത്സിക്കണം. ചികിത്സിച്ചിട്ട് കൗണ്ടൊക്കെ ശരിയാക്കി എടുക്കണം. ബ്ലഡ് കൂടാനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരാതിരിക്കാൻ, ഇതിപ്പോ സംഭവിക്കാൻ മെയിൻ കാരണം കുഞ്ഞിനോട്ട് പോകുന്ന ബ്ലഡിന്റെ അളവ് വളരെ കുറവായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞിന് കൂടുതൽ വളരാൻ പറ്റാതെ പോയ ഒരു അവസ്ഥ. അപ്പൊ അമ്മയ്ക്ക് ഒരു ചികിത്സ ഇപ്പോഴേ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞ് ആ 3 മാസം അമ്മയുടെ ചികിത്സ ആദ്യമേ ഇപ്പോഴേ നടക്കണം. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കെ ഒരു 3 മാസം കഴിയുമ്പോൾ അമ്മ അടുത്ത പ്രഗ്നൻസിയിലേക്ക് പോവാം. പ്രയാസമൊന്നും ഉണ്ടാവും തോന്നില്ല. പക്ഷെ പ്രയാസം ഉണ്ടാവുന്നതിലല്ല, വീണ്ടും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അത് വരുത്താതിരിക്കാൻ നേരത്തെ ചികിത്സകൾ തുടങ്ങണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു 3 മാസത്തെ ഇതൊന്നും വരാതിരിക്കാനുള്ള ചികിത്സകളിൽ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ പ്രഗ്നന്റ് ആവണം. അപ്പോഴേ ഒരു നല്ല കുഞ്ഞിനെ കിട്ടുള്ളൂ. അപ്പൊ അടുത്ത പ്രഗ്നൻസിക്ക് ഒരുപാട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? സൂക്ഷിക്കേണ്ടതല്ല, ചികിത്സകൾ കറക്റ്റ് ആക്കണം. ചികിത്സ കറക്റ്റ് ആയിട്ടും ഫസ്റ്റത്തെ അബോർഷൻ ആയതുകൊണ്ട് അടുത്തത് അബോർഷൻ ആവാൻ എന്തെങ്കിലും ചാൻസോ അങ്ങനെ എന്തെങ്കിലും? അബോർഷൻ ആയതല്ലോ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഇല്ലാതായതല്ലേ. അബോർഷൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ദിസ് ഇസ് കോൾഡ് മിസ്ഡ് അബോർഷൻ. എന്ന് വെച്ചാല് കുഞ്ഞിന് വളരാനുള്ള സാധ്യത നിങ്ങളുടെ ഗർഭപാത്രത്തിന് ഇല്ല, ഗർഭപാത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ചില ചികിത്സകളുണ്ട്, ഞങ്ങൾ ആദ്യമേ തുടങ്ങും. അത് ചെയ്ത് ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ പ്രഗ്നന്റ് ആയാൽ ബെറ്റർ, കുറച്ചും കൂടി നമുക്ക് ചാൻസസ് നല്ലതാണ്. ഓക്കെ, പിന്നെയും ഇങ്ങനെ തന്നെ ആവണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ പ്രിക്കോഷൻ നമ്മൾ എടുത്തോളാം, ചികിത്സ ചെയ്തോളാം. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ ചെയ്തോളൂ. ഓക്കെ, സ്റ്റാർട്ട് നൗ ഇറ്റ് സെൽഫ്. ഓക്കെ,
Okay, thank you so much for calling. Okay, doctor, what are the different other kind of rare അപ്പം നമ്മളെ pregnancies? ട്വിൻസിനെ പറ്റി പറഞ്ഞു. ട്വിൻസ് ബെറ്റർ ടു ഡു ദ സിസേറിയൻ ആൻഡ് ഗെറ്റ് എ ഗുഡ് ചൈൽഡ്. അതൊക്കെ ഒരുമാതിരി ഫുൾ ഗ്രോൺ ആകുമ്പോഴത്തേക്കും നല്ല. പിന്നെ നമ്മൾ നല്ല ഫുഡ് കൊടുക്കുക, പ്രോട്ടീൻ കൊടുക്കുക. സോ ദാറ്റ്സ് എ റയർ പ്രഗ്നൻസിയിൽ ഒന്ന്. അടുത്ത റയർ പ്രഗ്നൻസിയിൽ ഒന്ന് വന്നിട്ട് കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കണു എന്ന് പറഞ്ഞു. തലതിരിഞ്ഞ പിള്ളേർ എന്നൊക്കെ പറയും പോലെ. അപ്പോഴത്തേക്കും ഇത് എന്താണ് ഈ തലതിരിഞ്ഞ് കിടക്കണം എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. പെട്ടെന്നായിരിക്കും വന്ന് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ ഈ കൗൺസിലിംഗ് പാർട്ട് വളരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വെളിയിലോട്ട് നഴ്സോ ഡോക്ടറോ ആരെങ്കിലും പാഞ്ഞു വരും, പറയും കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുകയാണ്, സിസേറിയന് കയറ്റുകയാണ്. ദിസ് ഈസ് ദി ഓൺലി തിങ് ഐ ഹവ് സീൻ. ഐ ഹവ് ഹേർഡ് ഓൾസോ, ഐ ഹവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ് ഓൾസോ. ഇതാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പാവം ചിലപ്പം വലിയ ലിറ്ററസി ഒന്നുമില്ല, വലിയ ബോധവൽക്കരണം ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യന്മാര് വെളിയില് പ്രസവവാർഡിന്റെ വെളിയിലിരുന്നിട്ട് തലതിരിഞ്ഞ് കിടക്കണേ എന്താണോ അയ്യോ ഇനി വലിയ. പിന്നെ ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഞാനൊരു ഐ യൂസ് ടു ഗോ ആൻഡ് എക്സ്പ്ലെയിൻ. ബിക്കോസ് എനിക്ക് ഒരാളുടെ മാനസികാവസ്ഥ ആ സമയത്ത് ഞാൻ പലപ്പോഴും സൈൻ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ മിക്കവാറും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇപ്പോഴും പലർക്കും അറിയില്ല അതെന്താണെന്ന്. സോ എന്താണ് ഈ തലതിരിഞ്ഞ് കിടക്കുന്നത്? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നോർമലായ രീതിയിൽ കുഞ്ഞ് തലതിരിഞ്ഞാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞാ കിടക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഗർഭപാത്രം ഇങ്ങനെ ഒരു ആപ്പിളിന്റെ ഷേപ്പിൽ മുകളിൽ വലുതും താഴെ കൂർത്തുമാണ് ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞിന്റെ തല താഴോട്ടും പൃഷ്ഠഭാഗം മുകളിലോട്ടും ബട്ടക്സ് മുകളിലോട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ തല തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, കുഞ്ഞ് താഴോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നോർമൽ പൊസിഷൻ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഡോക്ടർ പറയുമ്പം ഈ നോർമൽ പൊസിഷൻ ഈ പാവം മനുഷ്യർക്ക് അറിയില്ലല്ലോ. ഡോക്ടർ പറയുമ്പം ഈ പറഞ്ഞ് ശീലിച്ചു പോയത് ബ്രീച്ച് പ്രസന്റേഷൻ, അതായത് ബട്ടക്സ് പ്രസന്റ് ചെയ്യുമ്പം, അതായത് കുഞ്ഞ് ഇരിക്കുന്ന പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കും, അതായത് തല മുകളിലോട്ട് വന്ന് ബട്ടക്സ് താഴോട്ട്. അപ്പൊ ബേബി വിൽ ബി ആസ് ഇഫ് ഇറ്റ് ഇസ് സിറ്റിംഗ് ഇൻസൈഡ് ദി ഉംബ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണോ, എന്റെ ഉമ്പിനകത്ത് ഒരു ബേബി ഇങ്ങനെ ഇരുന്ന എങ്ങനെ ഇരിക്കും, അത് ഈസ് കോൾഡ് ബ്രീച്ച്. വെരി റയർ ആയിട്ട് വരുന്ന, വെരി റയർ അല്ല, റയർ, വെരി റയർ എന്ന് പറയാൻ പറ്റില്ല, റയർ പ്രസന്റേഷൻ. അങ്ങനെ റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അപ്പോഴത്തേക്കും ഡോക്ടർ ഒന്ന് പറയും കുട്ടി തല തിരിഞ്ഞ് കിടക്കണം. ശരിക്കും പറഞ്ഞാൽ തല തിരിഞ്ഞിരിക്കണമെങ്കിൽ തല താനേ വെളിയിൽ വരും, ഈസി ആയിട്ട് നമ്മളതിനെ പുറത്തോട്ടെടുക്കും, പിന്നെ ഷോൾഡർ വരും, പിന്നെ പൃഷ്ഠഭാഗം വരും. തലയാണ് ആദ്യം വരേണ്ടത്, അതുകൊണ്ട് തല ആദ്യം വന്ന് കിടക്കും താഴോട്ട്. അപ്പം അത് ഇങ്ങനെ തലകുത്തി നിൽക്കും. അങ്ങനെയാണ് നോർമലി നമ്മൾ പ്രഗ്നൻസി നടത്തുന്നത്. പക്ഷെ അത് പോയിട്ട് ഈ ബട്ടക്സ് വന്നിട്ട് ആദ്യം വന്ന് കിടക്കുന്നു, തല മുകളിലും ആയിപ്പോയാൽ ബട്ടക്സ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡെലിവർ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തലയെ തിരിച്ചെടുക്കാൻ, എല്ലാം ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തലയെ എടുക്കുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. ബ്രീച്ച് ഡെലിവറി ഇറ്റ്സ് എ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിന് ദോഷം വരാൻ പല സാധ്യതയുണ്ട്. കുഞ്ഞിന്റെ ബ്രെയിൻ ഹെമറേജ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വി വിൽ ബെറ്റർ ഗോ ഫോർ സിസേറിയൻ. നമ്മൾ ആദ്യമേ സ്കാനില് 24-28 ആഴ്ചയിൽ ഒക്കെ നമ്മൾ നോക്കുമ്പം ബ്രീച്ച് ആയിട്ട് കാണുന്നു. ബ്രീച്ച് എന്നാണ് ഞാൻ പറയുന്നത്. ബ്രീച്ച് എന്ന് വെച്ചാൽ പൃഷ്ഠഭാഗം, ദറ്റ് ഇസ് ബട്ടക്സിന്, കുഞ്ഞിന്റെ ബട്ടക്സിന് ബ്രീച്ച് എന്നുള്ള ആ ഒരു മെഡിക്കൽ ടേമിലാണ് വിളിക്കുന്നത്. സോ അപ്പം കുഞ്ഞിന്റെ ബട്ടക്സ് ആണ് താഴെ ഇരിക്കണമെങ്കിൽ ഒരു 24-28 ഒരു 3-4 മാസത്തിലൊക്കെ ആണെങ്കിൽ നമ്മളത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പറയേണ്ട കാര്യമില്ല. കുഞ്ഞ് പിന്നെ ആ വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റി വീണ്ടും തല താഴെ വന്നോളും. സോ ഇറ്റ് വിൽ കം ടു ദ നോർമൽ പൊസിഷൻ. പക്ഷേ ഒരു 7 മാസം കഴിഞ്ഞാൽ പിന്നെ മാറാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ പിന്നെ ആളിന് ചുറ്റി തിരിച്ചു വരാനുള്ള സ്ഥലമില്ല, സ്പേസ് ഇല്ല. അപ്പൊ ആശാൻ ഇങ്ങനെ തന്നെ മേളില് തലയും താഴെ ഇതുമായിട്ട് ബുദ്ധ ഇരിക്കണ പോലെ ഇരിക്കും. അപ്പൊ ആ പൊസിഷനിൽ ഇരിക്കും. അപ്പൊ നമുക്ക് ആശാന് വെളിയിലെ സിസേറിയൻ ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അമ്മയ്ക്കൊരു പണിയാവും. അപ്പൊ അങ്ങനെ ഉള്ള സംഭവമാണത്. സോ പക്ഷെ ഒന്നുമില്ല, അമ്മയ്ക്ക് 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എണീറ്റ് നടത്തിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഈ ബ്രീച്ച് എന്ന് പറയുന്നത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഇരിക്കേണ്ടത് തല താഴെയും മുകളില് കാലും പൃഷ്ഠഭാഗവും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയാ കിടക്കുന്നത്. പക്ഷെ മറ്റേത് മറിച്ച് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഇത് താഴോട്ടും ഇരിക്കും. സോ ആ ഡെലിവറി നമ്മൾ റയറായിട്ട് കാണുന്നവരാണ്. അപ്പൊ തല തിരിഞ്ഞിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞാൽ ആലോചിക്കുക,
ശരിക്കും ഇപ്പൊ തല മുകളിലോട്ടും പൃഷ്ഠഭാഗം താഴെ വരുന്നതിനെയാണ് ഡോക്ടർ തല തിരിഞ്ഞിരിക്കും, ഡോക്ടറോ നഴ്സോ ഒക്കെ വന്ന് പറയും തല തിരിഞ്ഞിരിക്കണോ ഉടനെ സിസേറിയന് കയറ്റുകയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവർ ഓടിപ്പോവും. അവരുടെ തിരക്കുകളിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം 400 ഡെലിവറി നടക്കുന്നിടത്ത് എന്ത് പറയാൻ പറ്റും? സോ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അത് സിസേറിയനായിട്ട് മാറുകയാണ്. സോ അത് ഡെഫിനറ്റ് സിസേറിയനാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ എല്ലാം മുമ്പത്തെ കാലങ്ങളിൽ ഞാൻ ബുക്സിൽ വായിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ബ്രീച്ച് ഡെലിവറി ചെയ്യുന്നത്. ബട്ട് ഐ ഹവ് സീൻ ബ്രീച്ച് ഡെലിവറീസ്. എന്റെ പ്രൊഫസേഴ്സ് ഒക്കെ ബ്രീച്ച് ഡെലിവറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ വളരെ ദാറ്റ് ഈസ് എക്സ്പെരിമെന്റൽ. ബ്രീച്ച് ഇട്ട് അതിനെടുത്ത് തലയെ ഇങ്ങോട്ട് തിരിച്ചിട്ട് അതൊക്കെ ദൈവാധീനം കൊണ്ട് കുഞ്ഞിന്റെ സൈസ് ചെറുതായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഇന്നിപ്പോ എല്ലാ ചൈൽഡും പ്രഷ്യസ് ആണ്, ഒരാളും വിട്ടുകൊടുക്കില്ല. സോ എല്ലാ ഡെലിവറീസും അത് സേഫായിട്ട് തന്നെ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് അമ്മയെയും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രീച്ച് എന്ന് വന്നിട്ട് നമുക്ക് 28 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു 34 ആഴ്ചയിൽ അടുത്ത സ്കാൻ, 34-36 ആഴ്ചയിൽ സ്കാൻ ചെയ്ത് ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ തന്നെ പറഞ്ഞേക്കും. വേദന വന്നിട്ട് പിന്നെ വലിയ എമർജൻസി ആയിട്ട് കൊണ്ട് കയറ്റേണ്ട കാര്യമില്ലല്ലോ. സോ നാച്ചുറലി വാട്ട് വി ഡു ഇസ് നേരത്തെ ഫുൾ ഗ്രോത്തിൽ വരുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പേ, വേദന വരും മുമ്പേ തന്നെ സിസേറിയൻ ചെയ്യാണ് ചെയ്യണത് ബ്രീച്ച്. അങ്ങനെ ബ്രീച്ച് എന്ന് പറയുന്നത് ഒരു റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾ ഈ കൈ മാത്രം ഫ്രണ്ടിലിട്ടുണ്ട് ആദ്യം വരും. ഹാൻഡ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞൊന്നുണ്ട്. ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ഇട്ട് വയറിന്റെ ഇങ്ങനെ കിടക്കും, കിടന്നിട്ട് കൈയിനെ ഇങ്ങനെ ഫസ്റ്റ് ഇടും, ഹാൻഡ് ഷേക്ക്. അതിനെ പറഞ്ഞ ഫസ്റ്റ് യു ഗിവ് എ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ട്. സോ അതും പണ്ടൊക്കെ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അതും സിസേറിയൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൺ റെയർ തിങ്. അതേപോലെ ഫുട്ലിംഗ് പ്രസന്റേഷൻ, ആദ്യം കാല് വെളിയിൽ കൊണ്ടുവരും. അവർ നിൽക്കും, കറക്റ്റായിട്ട് പറഞ്ഞാൽ ശരിക്കും സ്റ്റാൻഡിങ് പൊസിഷനിലാണ്, കാല് മാത്രം ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കും. അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. അത് റെയർ ആയിട്ടുള്ളൊരു പ്രസന്റേഷനാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള റെയർ സംഭവങ്ങളിൽ സോ ഫൈനൽ ഇഫക്റ്റ് ഒരു ട്രീറ്റ്മെന്റാണ്. സിസേറിയൻ ചെയ്താൽ ഏത് പൊസിഷനിൽ കിടക്കണ കൊച്ചിനെയും നമുക്ക് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഒരു റിസ്ക് ഒന്നുമില്ലാതെ, ബിക്കോസ് വി ആർ ഓപ്പണിംഗ് അപ്പ്, യൂട്രസിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. സോ അത് എങ്ങനെ തല തിരിഞ്ഞോ കരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും കിടന്നോട്ടെ, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ചിലപ്പം അതിൽ പോലും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഈ കാലൊക്കെ മടക്കില്ലത്. അപ്പൊ നമ്മൾ മടക്കിയൊക്കെ എടുത്ത് വെളിയിലോട്ട് എടുക്കേണ്ട ചില സിസേറിയനിൽ പോലും തമാശകള് നമ്മൾ മടക്കിയൊക്കെ ഇങ്ങോട്ട് എടുക്കണ പോലെ ഉള്ള ഇതൊക്കെ വരാറുണ്ട്. ഡിഫിക്കൽറ്റി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ബേബിയെ വെളിയിൽ എടുക്കുന്ന സിസേറിയൻസ് പോലും ഉണ്ട്. സോ അങ്ങനെയുള്ള കുറെ പ്രസന്റേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം റെയറാണ്. സോ ഇതിലൊക്കെ സിസേറിയൻ ചെയ്യാതെ ഒരു മാർഗമുണ്ട്, ഒരു മാർഗമില്ല. അപ്പോൾ അതൊന്ന് ദയവേത് മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ ഒരു കാര്യം കൂടിയുണ്ട്, എല്ലാവരും മനസ്സിലാക്കുക. ഡോക്ടർ വെറുതെ സിസേറിയൻ ചെയ്തു എന്ന് എപ്പോഴും പഴി കേൾക്കുന്ന ഒരു കാര്യം പറയാം. ലാസ്റ്റ് തല താഴെ തന്നെയാണ് ഇരിക്കുന്നത്, എല്ലാം നോർമലായിരിക്കും. ബേബിയുടെ തല ഈ ബാക്കാണ് ഫസ്റ്റ് വരേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യാറിയാമോ, ബേബി വന്നിട്ട് ഇങ്ങനെ തിരിയാതെ തിരിഞ്ഞ് മുഖം ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് കിടക്കും. അതാണ് ROP എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷനാണ്. ദാറ്റ് ഈസ് മുഖം മുകളിലോട്ട് നോക്കി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനത്തെ ഒരു പൊസിഷൻ വരുമ്പോൾ ചിലപ്പോൾ ഡെലിവർ ചെയ്യാൻ പറ്റാത്തത്ര വലിയ സൈസുള്ള ബേബി ആണെങ്കിൽ എമർജൻസി സിസേറിയന് നമുക്ക് കൊണ്ടുപോവേണ്ടി വരും. എല്ലാം റെഡിയാക്കി ലൈബർ റൂമിൽ ഓൾമോസ്റ്റ് ഡെലിവറി റെഡിയാക്കിയിട്ട് പെട്ടെന്ന് എമർജൻസി, അതാണ് എപ്പോൾ നോക്കിയാലും എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും അടുത്തടുത്തായിരിക്കും. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ തന്നെ അനസ്തീസിയ കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. അതൊക്കെ നടക്കുന്നത് വിതിൻ മിനിറ്റ്സ് ആണ്. സോ ആ ഒരു ഒബ്സ്റ്റട്രീഷ്യൻ ആയിരിക്കുമ്പോഴേ ആ ഒരു രസം അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മളുടെ മനസ്സിന്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അത് എങ്ങനെ നടക്കുമ്പോൾ ആങ്സൈറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ROP എന്നൊരു പൊസിഷൻ ഉണ്ട്. കുഞ്ഞ് മുഖം മുകളിലോട്ട് നോക്കിയിരിക്കുന്നത്, അത് ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവച്ച് സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പൊ മനഃപൂർവ്വം ചെയ്തു എന്ന് എപ്പോഴും ഡോക്ടർക്ക് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സംഭവമാണത്. സോ അതും ഇതേപോലെ ഒരു സംഭവം തന്നെയാണ്. സോ ഇങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്, റെയറായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങൾ. അങ്ങനെ വരുമ്പം പിന്നെ ട്രിപ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. 2 ഞാൻ പറഞ്ഞു, 3 ഉള്ളവരുണ്ട്, 4 കുട്ടികൾ വരുന്നവരുണ്ട്. അതൊക്കെ ഇത്രേ കാണുള്ളൂ. എന്നാലും എല്ലാത്തിനെയും നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തേ പറ്റുള്ളൂ. സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി അവസാനത്തെ ട്രീറ്റ്മെന്റ് സിസേറിയൻ തന്നെ ആയിരിക്കും. സേഫ് ആയിട്ട് കുഞ്ഞിനെടുക്കുക. ചിലപ്പോൾ കുഞ്ഞിനെ നഴ്സറീസിൽ വെക്കേണ്ടി വരും. വളരെ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ 2, 3 ആണെങ്കിൽ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. നമുക്ക് നഴ്സറിയിൽ വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെയൊക്കെ വരും. ട്വിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരുവിധം സൈസ് കിട്ടും. സോ റയർ പ്രസന്റേഷൻസ് ഇനിയും ഒരുപാടുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം എന്തെങ്കിലും സംസാരിക്കാം. ഇത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ട്വിൻസിനെ പറ്റി ഇത്രയും കൂടുതൽ പറഞ്ഞത്. സോ കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി തല തിരിഞ്ഞ് കിടന്നാൽ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ തല തിരിഞ്ഞാൽ എന്താ ഡോക്ടർ എന്ന്. സോ ഇങ്ങനെയാണ് തല തിരിയുന്നത്. അതേപോലെ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഐഡന്റിക്കൽ എങ്ങനെ ഉണ്ടാവുന്നു. രണ്ടുപേരും ഒരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കുന്ന രണ്ട് കുട്ടികൾ നോൺ ഐഡന്റിക്കൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ രസകരമായ ടോപ്പിക്സ് നമുക്ക് ഇടയ്ക്ക് എടുക്കാം. സോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി, നമസ്കാരം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.